ഇവിടെ നിന്നിട്ട് തുടങ്ങാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഈ പറഞ്ഞ കണക്ക് സ്റ്റാർട്ടിങ്ങിന്റെ കീ ആണ് ഇത് വരുന്നത്. ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാം. ഇങ്ങോട്ടേക്ക് ഇടുമ്പോഴാണ് കീ ആകുന്നത്. നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ഓഫ് ആക്കി വെച്ചോണ്ട് വർക്ക് ചെയ്യിക്കരുത്. ബാറ്ററിയുടെ റിട്ടേൺ ചാർജ് കയറത്തില്ല. അത് കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺ ആക്കി തന്നെ വെക്കണം. ക്രാങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓൺ പൊസിഷനിൽ തന്നെ വെക്കണം. മനസ്സിലായോ? അത് ശ്രദ്ധിച്ചോണം. ഇതാണ് ആ ഓൺ പൊസിഷൻ, ഞാനത് കാണിച്ചതാ. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റോപ്പർ കേബിൾ വരുന്നത്. ഇത് കണ്ടോ, ഈ ചുവപ്പ് കളർ. ഇതെപ്പോഴും ഒരു ലോക്ക് പൊസിഷനാണ്. ഇതാണ് താഴത്തെ കാണുന്നതാണ് ക്ലച്ച്. ഇത് കണ്ടോ, ക്ലച്ചിന് ഒരു ലോക്ക് കണ്ടോ, ഇത് ലോക്ക് കണ്ടോ. ഈ ലോക്ക് ഈ നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ ഈ ലോക്കിൽ നിന്ന് വിടിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഈ ക്ലച്ച് നമ്മൾ ഇട്ട് വെക്കുന്നതിന്റെ കാര്യം, നമ്മൾ ചിലപ്പോൾ സമയങ്ങളിൽ നമ്മൾ ഈ ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഒരിക്കലും സ്റ്റാർട്ട് ആക്കുമ്പോൾ ന്യൂട്രലിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലോക്ക് കൊടുത്തേക്കുന്നത്. ആ ലോക്ക് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റാർട്ട് ആവില്ല. അത് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തരാം. അതാണ്. അപ്പോൾ സ്റ്റോപ്പർ ലിവറിൽ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും. അത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് ക്ലച്ച്, ഇത് സ്റ്റോപ്പർ ലിവർ. കുറച്ച് നമ്മളൊന്ന് എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈപ്പ് കഷ്ണം ഇതിന്റെ ഇടയ്ക്കോട്ട് കയറ്റി വെച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇത്രയാണ് സംഭവം ഇവിടുത്തെ. ഇത് ആക്സിലേറ്ററിന്റെ കേബിള് കണ്ടോ, ഇങ്ങോട്ടേക്ക് ഇത് കണ്ടോ, ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. അതായത് ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടയറിന്റെ റേഡിയസ്, അതായത് ഒരു ടയറിന്റെ കറക്കം കൂടുതലും ഒരു ടയറിന്റെ കറക്കം കുറവായിരിക്കും. അതാണ് ഓരോ ഡയറക്ഷൻ. ഇപ്പൊ ചേട്ടന് ഇങ്ങോട്ടാണ് തിരിയണ്ടെങ്കിൽ ഈ ടയറിന്റെ കറക്കം കൂടുതലായിരിക്കും. ഈ ടയറിന് ചെറിയ, നമുക്കിപ്പോ അങ്ങനെ തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇടുന്നത്. രണ്ട് സൈഡിലേക്കും പോവാം. ഇപ്പൊ ഇതിട്ട് ഇപ്പൊ സാറിന് ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞത്. ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ഈ ടയറിന്റെ കറക്കം കുറയുകയും ചെയ്യും, ഈ ടയർ കൂടുകയും ചെയ്യും. നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ ടയറിന്റെ കറക്കം കൂടി നമുക്ക് ചെറിയ സ്ഥലങ്ങളിൽ കളയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ കണക്കിന് ഇതിലിട്ടിട്ട് വേണം കിളയ്ക്കാൻ. അപ്പൊ നമുക്ക് തിരിഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇടുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇത് റിവേഴ്സിന്റെ നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റിങ്ങിലേ വർക്ക് ചെയ്യുള്ളൂ. ന്യൂട്രൽ ഗിയർ, അതായത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാത്രമേ ഉള്ളൂ റിവേഴ്സ് ഷിഫ്റ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. തേർഡ് ഗിയർ വർക്ക് ചെയ്യത്തില്ല. വേണ്ട, നമുക്കിപ്പോ ഒരു ജസ്റ്റ് റിവേഴ്സിലിട്ട് കാണിച്ചേ. റിവേഴ്സിലിട്ട് കാണിക്കാം. ഇതാണ് റിവേഴ്സ്. ഇപ്പോഴാണ് റിവേഴ്സ് ഗിയർ വീണത്. ഇത് നമുക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ വർക്ക് ചെയ്യുന്നത്, നമുക്ക് തേർഡിലിട്ടിട്ട് സ്പീഡ് കൂട്ടേണ്ട കാര്യമില്ല. ഇല്ല, കാരണം വെച്ചാൽ അത് വർക്ക് ചെയ്യത്തുമില്ല. അവിടെ ഇതുണ്ട്, മറ്റേ നമ്മുടെ വലിയ മെഷീനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത്